എല്ലാവർക്കും നമസ്കാരം. അണിച്ചിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ് ജോസിനെ അറിയാത്ത മലയാളികൾ എന്ന് ആരും തന്നെ ഉണ്ടാകില്ല. അടിച്ചു കയറി വാ എന്നൊരൊറ്റ ഡയലോഗിലൂടെ ജനഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം റിയാസ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗിന്റെ ഉദ്ഘാടനത്തിനായി എത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തെ കാണുവാനും കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനും ഞാനും ഇന്ന് പോവുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ. വമ്പൻ സ്വീകരണത്തോടുകൂടി നമ്മുടെ സ്വന്തം ദുബായ് ജോസിനെ വരവേറ്റ് തിരുവനന്തപുരം തമ്പാനൂരിലെ ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗ് അക്കാദമിയിലെ അംഗങ്ങൾ. ശേഷം കുട്ടികളോട് സംവദിച്ച റിയാസ് ഖാൻ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും മുന്നിൽ തന്നെയെന്ന് തെളിയിക്കുകയായിരുന്നു. റിയാസ് ഖാന്റെ വൈറലായ അടിച്ചു കേറിവ എന്ന ഡയലോഗിനൊപ്പം അഭിനയിച്ച മറ്റു സിനിമകളിലെ കൂടി ഡയലോഗുകൾ പറഞ്ഞ് അവിടെ എത്തിയവരുടെ കയ്യടിയും നേടുകയായിരുന്നു. എല്ലാ സ്റ്റുഡൻസും അതാണ് എല്ലാ സ്റ്റുഡൻസും ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗ് അക്കാദമിയിലേക്ക്. ഓക്കെ ഭാസ്കര, എല്ലാം പോരട്ടെ, കപ്പി എല്ലാം പോരട്ടെ, എല്ലാം എന്റെ വക, എല്ലാം എന്റെ ചെലവ്. അപ്പൊ എല്ലാരും ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗ് അക്കാദമിയിൽ അടിച്ചു കയറി എന്റെ ഭാഗത്ത് എല്ലാവരും അറിയാവുന്ന ഡയലോഗ് അങ്ങനെ പോയി തെറ്റിന്റെ ഭാഗത്തിലായിരുന്നു. പക്ഷെ എന്നാലും ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാം, തെറ്റെന്റെ ഭാഗത്താണ് ശ്രമിക്കുക. അങ്ങനെ കുറെ ഉണ്ട്. സോ ഹാപ്പി. എങ്ങനെയുണ്ട്? ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ദുബായ് ജോസ് കയറി ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം മലയാളികളെ കാണുന്നു, മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്നു, എങ്ങനെ തോന്നുന്നു? ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും എപ്പോഴും മലയാളീസിൻ്റെ സപ്പോർട്ട് എപ്പോഴും കാണും. ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ ഐ തിങ്ക് 1 year കഴിഞ്ഞ് വരാണ് ട്രിവാൻഡ്രത്ത്. സോ ഹാപ്പി. ദുബായ് ജോസ് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ആ സിനിമയിൽ എന്തെങ്കിലും പുതിയൊരു ദുബായ് ജോസിന്റെ സിനിമ വരാൻ സാധ്യതയുണ്ടോ? ഇനി ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ ഉണ്ടാക്കട്ടെ ദുബായ് ജോസ് എന്ന്. പക്ഷേ സോഷ്യൽ മീഡിയ കുറേ പോസ്റ്റൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. അമൽ നീരേഷ് ദുബായ് ജോസ് പാർട്ട് 2 ജലോത്സവം പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു സിനിമ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഉണ്ടായാൽ സന്തോഷം. ഈ ഇപ്പോഴത്തെ ജനറേഷനാണ് ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കുറേ വർഷം പഴക്കമുള്ള സിനിമയാണ്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ ജനറേഷനടുത്ത് എന്താണ് പറയാനുള്ളത്? ജനറേഷൻ അടുത്ത് പറയാനൊന്നുമില്ല. ഐ തിങ്ക് എന്തോ ഒരു അടിച്ചു കയറി വാന്ന് പറഞ്ഞത് അവരുടെയിലേക്ക് എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട്. സോ മേ ബി ആ അടിച്ചു കയറിയ ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തിലുണ്ട്, ദേഷ്യത്തിലുണ്ട്, കോമഡിയിലുണ്ട്, അത് വെള്ളമൊടിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം കണക്റ്റ് ആയി കാണാം. പ്ലസ് അടിച്ച് കയറി വാങ്ങുന്ന ഒരു വാക്ക് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എനി ടൈം, ഏത് മൊമെൻറ്റിലും, സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ. ഐ തിങ്ക് മെയിൻലി ബിറ്റ്വീൻ ഫ്രണ്ട്സായിട്ട് പറഞ്ഞ് അത് ലോട്ട് ഓഫ് കണക്ടിവിറ്റി കാണും. സോ അതായിരിക്കും അതങ്ങോട്ട് കയറിപ്പോയത്. അല്ലല്ല, സിനിമയിലുള്ള ഡയലോഗാണ്, ഉണ്ടായിരുന്നതാണ്, റൈറ്റർ ചെയ്തതാണ്, എല്ലാം ഉണ്ടായിരുന്നു. പ്ലസ് അൾട്ടിമേറ്റ് തിങ് ഇസ് ഡയറക്ടറാണ് അത് ചെയ്യിപ്പിച്ചിട്ട് അത് വർക്ക്. ഫോർ ആൻ ആക്ടർ, ഒരു ഡയറക്ടർ നമുക്ക് എങ്ങനെ സ്പേസ് വരുന്നോ അതനുസരിച്ചാണ് ബാക്കി എല്ലാം. ഒരുപാട് സിനിമാ താരങ്ങൾ ഈ ഡയലോഗ് ഏറ്റെടുത്ത് ചെറിയ റീലുകളും പിന്നെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താണ് സ്നേഹം മാത്രം, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ സന്തോഷമുള്ളൂ. നമ്മളിപ്പോൾ രജനീകാന്തിൻ്റെ ഡയലോഗോ, കമൽ സാറിൻ്റെ ഡയലോഗോ, അമിതാഭ് ബച്ചൻ്റെ ഡയലോഗോ, ഷാറുഖ് ഖാൻ്റെ ഡയലോഗോ ഒക്കെ നമ്മൾ എടുത്തു പറയും. അതേപോലെ ഇറ്റ്സ് ഹാപ്പനിങ് ടു മീ. സോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും ഞാൻ? ഷാടി കുത്തി പറയണോ? തലയും കുത്തി പറയണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ചില ഫീലിങ്സ് ഓക്കെ, ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ അതുപോലെയാണത്. മലയാളത്തിൽ എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ, മലയാളത്തിലുണ്ടാവട്ടെ,
തമിഴിലുണ്ടാവട്ടെ, തെലുങ്കിലുണ്ടാവട്ടെ, എല്ലായിടത്തും ഉണ്ടാവട്ടെ. ആ ദുബായ് ന്യൂസിന്റെ ഡയലോഗ് ഒന്ന് ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അങ്ങനെ മദാമ്മമാരും സായിപ്പന്മാരും അങ്ങനെ അടിച്ച് കയറി വരട്ടെ. ഇത് വേറിട്ടില്ല പറഞ്ഞിട്ട് ആടല്ല. ഓക്കെ, എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? ലവ് യു.